ഇറാനിയൻ സ്നൈപ്പർ റൈഫിലുകൾ, ചൈനയിൽ നിന്നും റഷ്യയിൽ നിന്നും AK-47 തോക്കുകൾ, ഉത്തര കൊറിയൻ ബൾഗേറിയൻ നിർമ്മിത റോക്കറ്റ് ഗ്രനേഡുകൾ, ഗസയിൽ രഹസ്യമായി വെച്ചിരിക്കുന്ന ആന്റി ടാങ്ക് റോക്കറ്റുകൾ. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരെ ഹമാസ് നടത്തിയ ആക്രമണം ആരംഭിച്ചതിനു ശേഷം ലഭിച്ച 150-ലധികം വീഡിയോകളിലൂടെയും ഫോട്ടോകളിലൂടെയും മനസ്സിലാകുന്നത് ആയുധങ്ങളുടെ വൈവിധ്യമാർന്ന ശേഖരം ഹമാസിന് ഉണ്ടെന്നാണ്. അതിൽ ഭൂരിഭാഗവും കള്ളക്കടത്ത് വഴി ലഭിച്ചതാണെന്നും ഒരു അസോസിയേറ്റഡ് പ്രസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇറാൻ, ചൈന, റഷ്യ, ഉത്തര കൊറിയ എന്നീ രാജ്യങ്ങൾ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ചാണ് പലസ്തീൻ സംഘടനയായ ഹമാസ് യുദ്ധം ചെയ്യുന്നതെന്നാണ് റിപ്പോർട്ടുള്ളത്. ഗസയിലെ ആഴ്ചകൾ നീണ്ട നഗര യുദ്ധത്തിൽ ആ ആയുധങ്ങൾ മാരകമാണെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ട്. ഇസ്രായേലിന്റെ പക്കലും അയൺ ബീം അടക്കമുള്ള അത്യാധുനിക ആയുധങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഹമാസ് പോരാളികൾ സാധാരണയായി അവർക്ക് വഹിക്കാൻ കഴിയുന്ന ആയുധങ്ങൾ ഇസ്രായേൽ ആയുധങ്ങൾക്കെതിരെ ഹിറ്റ് ആൻഡ് റൺ തന്ത്രങ്ങൾ പ്രയോഗിച്ച് ഉപയോഗിക്കുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി പോസ്റ്റ് ചെയ്ത ഹമാസ് പ്രചാരണ വീഡിയോകൾ സ്നൈപ്പർ റൈഫിളുകളുടെ സ്കോപ്പിലൂടെ റെക്കോർഡ് ചെയ്ത ഇസ്രായേലിന്റെ സൈനികരുടെ വെടിവെപ്പ് ദൃശ്യങ്ങൾ കാണിക്കുന്നുണ്ട്. ഹമാസ് പ്രയോഗിച്ച പല സവിശേഷതകളും അടയാളങ്ങളുമുള്ള ആയുധങ്ങളെ എവിടെയാണ് നിർമ്മിച്ചതെന്ന് തിരിച്ചറിയാൻ AP-യുടെ ചിത്രങ്ങൾ വിദഗ്ധർ അവലോകനം ചെയ്തു വന്നിരുന്നു. എന്നാൽ വിശകലനത്തിൽ നേടിയെടുത്ത ഈ ആയുധങ്ങൾ അതാത് രാജ്യങ്ങളിലെ ഗവൺമെന്റുകൾ നൽകിയതാണോ അതോ മിഡിൽ ഈസ്റ്റ് കരിഞ്ചന്തയിൽ നിന്ന് വാങ്ങിയതാണോ എന്നതിന് തെളിവ് നൽകുന്നില്ല. ഇറാഖ്, ലിബിയ, സിറിയ തുടങ്ങിയ യുദ്ധബാധിത രാജ്യങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വിൽക്കാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ആയുധങ്ങളും ഘടകങ്ങളും കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ട് അനുസരിച്ച് ഹമാസ് ആയുധങ്ങളിൽ ഭൂരിഭാഗവും റഷ്യൻ, ചൈനീസ് അല്ലെങ്കിൽ ഇറാനിയൻ ശേഖരങ്ങളാണ്. എന്നാൽ ഉത്തര കൊറിയൻ ആയുധങ്ങളും മുൻ വാഴ്സോ ഉടമ്പടി രാജ്യങ്ങളിൽ നിർമ്മിച്ചവയും ആയുധപ്പുരയിലുണ്ട്. ഓസ്ട്രേലിയൻ ആസ്ഥാനമായുള്ള ആർമമെന്റ് റിസർച്ച് സർവീസസിന്റെ ഡയറക്ടറായ സൈനികായുധങ്ങളിൽ പ്രവർത്തിക്കുന്ന വിദഗ്ധൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഈ രാജ്യങ്ങളാണ് തങ്ങൾക്ക് ആയുധം എത്തിക്കുന്നതെന്ന് ഹമാസ് ഇതുവരെയും സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. നോർത്ത് കൊറിയൻ ആയുധങ്ങൾ ഗസയിൽ നിന്നും ഇസ്രായേൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നും അതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയ ഹമാസിനെ സഹായിക്കുന്നുണ്ട് എന്നും സൗത്ത് കൊറിയയുടെ നാഷണൽ ഇന്റലിജൻസ് സർവീസ് പറയുകയുണ്ടായി. ഇതുകൂടാതെ യുക്രൈനിയൻ യുദ്ധകളങ്ങളിൽ നിന്ന് കടമെടുത്ത ഇറാനിയൻ രൂപകൽപ്പന ചെയ്ത ഡ്രോണുകൾ ഹമാസിന്റെ കൈവശമുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. കള്ളക്കടത്തു വഴി ശേഖരിച്ച ആയുധങ്ങളിൽ ഭൂരിഭാഗവും ഈജിപ്ത് വഴി കൊണ്ടുവന്നതാണെന്നും പൊതുവെ വാങ്ങാൻ എളുപ്പമാണെന്നും ഉത്ഭവ രാജ്യം നൽകിയിട്ടില്ലെങ്കിലും ഹമാസിന് ഇത് ലഭിക്കാൻ സാധ്യതയുണ്ടെന്നും ഒക്കെയാണ് വിദഗ്ധരുടെ അഭിപ്രായം.